റിട്ടയർഡ് അധ്യാപകനായ ഞാൻ ശ്രീ LP ലോഹിതാക്ഷൻ മാസ്റ്റർ. എനിക്ക് ഇവിടെ വന്നത് മുതൽക്ക് ഇതുവരെ നല്ല അനുഭവങ്ങളാണുള്ളത്. ആദ്യം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നെങ്കിൽ രാത്രി കിടക്കുന്നത് മുതൽക്ക് തുടങ്ങുന്ന രാവിലെ എണീക്കുന്നത് മുതൽക്ക് തുടങ്ങുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ധാരാളം മാറ്റമുണ്ട്. നിലത്ത് ഒരു പൈസ എന്തെങ്കിലും വീണ് വേണ്ടി എടുക്കാൻ കഴിയില്ലായിരുന്നു. ഒരു മുണ്ട് ശരിക്കും എടുക്കാൻ കഴിയില്ലായിരുന്നു. കൈയോട്ട് കൈ ചലിക്കില്ലായിരുന്നു. അതൊക്കെ മാറ്റുന്നത്. കൈ ശരിക്കും നൂരലില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം നല്ല ലെവലിൽ മുന്നോട്ട് വരുന്നുണ്ട്. നല്ല അനുഭവമാണുള്ളത്. ഇപ്പോൾ കഴുത്തൊക്കെ ഞാൻ ആദ്യ ദിവസം വന്ന ദിവസം തന്നെ ഞാൻ ഈ നോക്കി നിന്നിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞ് എനിക്ക് അത് ശരിയാവില്ല, നോക്കിക്കാനാവില്ല, ഫുൾ ടൈമായി കയ്യിൻ്റെ പ്രവർത്തനമാണ്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെ നിർബന്ധം നിങ്ങൾ ശരിയാകുമായിരിക്കും എന്നുള്ള. അന്നേരം ഒരാളെ ഞാൻ കൊണ്ടാക്കണോ, അന്നേരം ആ കൂട്ടത്തിൽ തന്നെ ഞാനും ഇവിടെ വരുന്ന നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആ കൂട്ടത്തിൽ കൂടി ചെയ്യുന്നതാണല്ലോ എന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെയധികം മാറ്റങ്ങൾ തോന്നുന്നുണ്ട്. എൻ്റെ ശരീരം ഞാൻ തന്നെയാണ് നോക്കേണ്ടത് എന്നുള്ളത് എനിക്ക് ഡോക്ടർമാരെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം പറയുക 65 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്കൊരു എഴുതി തള്ളലാണ്. അന്നേരം ആ എഴുതി തള്ളുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ മരുന്ന് കമ്പനിക്ക് അടിമയാകുന്നു, ഡോക്ടറെ അടിമയാകുന്നു. ഇങ്ങനെ വീട്ടിൽ ഒരു കൂട്ടുകാരനെ പോലെ ആകുന്നു, പിന്നെ സമൂഹത്തിൽ ഒരു കൂട്ടുകാരനെ പോലെ ആകുന്നു. ഇത് അതിനൊക്കെ മാറ്റം വരിക. ഓരോ ദിവസം കഴിക്കാനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുക. അന്നേരം നല്ലൊരു അനുഭവമാണ്. ഇതിലേക്ക് കൂടുതൽ ആൾ വരണം എന്നുള്ളതാണ് എനിക്കിൻ്റെ അഭിപ്രായം പറയാനുള്ളത്. കൃത്യമായിട്ട് അത് ദൈവത്തിന് മറന്നുകൊണ്ടല്ല, ദൈവത്തിന് മുഖ്യമാണ് ഈ കാര്യം. ഈ ദേശത്തോട് ഒരു 40 വയസ്സ് ആവുന്നതിനൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതുപോരാ, ഏറ്റവും ചെറുപ്പം മുതൽ തന്നെ ഇത് ഒരു പാഠ്യ വിഷയവും കൂടി ആക്കിയാൽ വളരെയധികം നന്നാവും. പക്ഷേ ഗവൺമെൻറ് സമ്മതിക്കുമല്ലോ എന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഞാൻ കാണുന്നു. എന്നാലും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ട്രെയിനിങ് ആണ്. അരമണിക്കൂർ ദിവസവും അരമണിക്കൂർ ഒരു വിഷമമില്ലാത്ത മാറിക്കൊണ്ടിരിക്കുകയാണ്.